ഹലോ ഫ്രാൻസ്, അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു നല്ലൊരു ന്യൂസ് കേൾക്കുന്നത്. അത് എല്ലാവരും അറിഞ്ഞു കാണുമെങ്കിലും നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ പിന്നെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫസ്റ്റ് അപ്ഡേറ്റ്, ദളപതി 69 ഡയറക്ടർ ഇതുവരെയായിട്ടും കൺഫേം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള വിവരമാണ്. വമ്പൻ ഏറ്റുമുട്ടലായിരുന്നു ഉണ്ടായത് ദളപതി 69 വേണ്ടിയിട്ട്. അങ്ങനെ വന്ന കുറച്ച് ഡയറക്ടർമാരെയൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആകെ 3-4 പേര് മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിൽ ആർക്കാണ് ആ ചാൻസ് കിട്ടുക എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്നാൽ ഇതുവരെയായിട്ടും അതിനൊരു ഉറപ്പ് തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും അതിനൊരു നല്ലൊരു ടീം എടുക്കും. അതിന് ശേഷം മാത്രമായിരിക്കും ഒഫീഷ്യലായിട്ട് അനൗൺസ്മെൻറ്റേ കിട്ടത്തുള്ളൂ. സെക്കൻഡ് അപ്ഡേറ്റ്, ഗോട്ട് നെറ്റ്ഫ്ലിക്സുകാരാണ് OTT റൈറ്റ്സ് കൊടുത്ത കാര്യം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നെറ്റ്ഫ്ലിക്സ് ആണ് OTT ഡീൽ നടന്നത്. മുൻപ് ആമസോൺ പ്രൈം എന്നൊക്കെ ആയിരുന്നു. എന്നാൽ കോളിവുഡ് ഓൾ ടൈം റെക്കോർഡായിരുന്ന ലിയോ റെക്കോർഡ് പൊട്ടിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ highest OTT റേറ്റ്സ് ഗോട്ടാണ്. പക്ഷേ എന്താ അപ്ഡേറ്റ് വെച്ചാൽ ഹിന്ദി ഡബ്ബിംഗ് ഉള്ള റേറ്റ്സ് മാത്രം നെറ്റ്ഫ്ലിക്സിന് നിലവിൽ ഗോട്ട് ടീമിൽ കൊടുത്തിട്ടില്ല എന്നൊരു വിവരമാണ്. അതിന് കാരണം നോക്കുമ്പോൾ മനസ്സിലായ വിവരം, നോർത്തിൽ മൾട്ടിപ്ലക്സ് തിയേറ്റർ റിലീസ് ചെയ്യണമെങ്കിൽ ഹിന്ദി ഡബ്ബിംഗ് OTT 6 മാസമോ 4 മാസമോ അങ്ങനെ എന്തോ ഉണ്ട് തോന്നുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ള നിയമം നോർത്തിൽ മൾട്ടിപ്ലക്സ് നിയമമായിട്ടുണ്ട്. AGC പ്ലാൻ ചെയ്തിരിക്കുന്നത് എല്ലാ തമിഴ് പടങ്ങളെ പോലെ ലിമിറ്റഡ് റിലീസ് ഇല്ലാണ്ട് ഒരു ഓൾ റിലീസ് ചെയ്യാനാണ്. അതൊരു നല്ലൊരു വിവരം തന്നെയാണ്. തേർഡ് വിവരം, എല്ലാവരും വെങ്കട് പ്രഭു പറഞ്ഞ വിവരങ്ങൾ കേട്ട് കാണും. ഗോട്ടിൻ്റെ അപ്ഡേറ്റൊക്കെ ഇപ്പോൾ തരാൻ സാധിക്കത്തില്ല. പടം ടെക്നോളജി പരമായി തന്നെ ഒരു വലിയൊരു പടമാണ്. നല്ല ടൈം വേണം. 6 VFX കമ്പനികൾ ചേർന്നാണ് VFX വർക്ക് നടക്കുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിനൊക്കെ നല്ല ടൈം വേണം. വലിയ അപ്ഡേറ്റ് ഒന്നും തരാനും ടൈം ആയിട്ടില്ല എന്നതാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു തട്ടിക്കൂട്ട് പടമല്ല. ഒരുപാട് ടൈം എടുത്തൊക്കെ ചെയ്യാൻ തന്നെയാണ് ഗോട്ട് ടീം ശ്രമിക്കുന്നത്. വെറുതെ ഗോട്ട് ടീമിനെ കുറച്ച് വീഡിയോസിൽ കുറ്റം പറഞ്ഞു. അത് വേണ്ടാന്ന് ഇപ്പോൾ തോന്നുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ചെയ്താൽ മാത്രമേ റിലീസ് തീരുമാനിക്കുള്ളൂ. അല്ലാതെ നേരത്തെ റിലീസ് പ്ലാൻ ചെയ്ത് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റിലീസ് നടക്കത്തില്ല. അത് തന്നെയാണ് നമുക്കും വേണ്ടത്. നല്ലൊരു ടെക്നോളജി പരമായിട്ട് ക്വാളിറ്റി ആയിട്ടുള്ളൊരു പടം തന്നെയാണ് വെങ്കട് പ്രഭുവിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വെങ്കട് പ്രഭു ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടപ്പോൾ ചെറുതായിട്ട് ലോബ് വന്നിട്ടുണ്ട് ഗോട്ടിൻ്റെ മേലെ. നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ അടിയിൽ കാണുന്ന കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ താഴെ കാണുന്ന ലൈക്ക് ഷെയർ ബട്ടൺ അങ്ങോട്ട് തട്ടി വിടുക. സൈഡിലായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി നോക്കിയാൽ നന്നായിരുന്നു. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.